എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒറോച്ചിമാറു അയച്ച ആ കിങ്കരന്മാരെയാണ് കാണിക്കുന്നത്. അവർ ഓരോരോ മരങ്ങള് എടുത്ത് ചാടിക്കൊണ്ട് ഇപ്പൊ ലീഫ് വില്ലേജിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. 10 കൈയുള്ളവൻ, ഉണ്ടപ്പൻ, നീളപ്പൻ എന്നിങ്ങനെ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റീസിലുള്ള കിങ്കരന്മാരെയാണ് ലീഫ് വില്ലേജ് തകർക്കാനായിട്ട് നമ്മുടെ ബ്രഹ്മാണ്ഡ വില്ലൻ അയച്ചിരിക്കുന്നത്. കട്ട് ചെയ്ത ഇവിടെ കുട്ടപ്പനും സാസുകയും ആവട്ടെ അവരുടെ രണ്ടുപേരുടെയും നിഞ്ചാ പവർ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം അടിച്ചു തെറിപ്പിക്കാനായിട്ട് പാഞ്ഞു വരും. സാക്കുറ അതിന്റെ ഇടയിലേക്ക് ഓടി വരുമ്പോഴേക്കും പെട്ടെന്നാരോ ചാടി അവര് രണ്ടുപേരെയും ഒരൊറ്റ ചവിട്ട്, ആ ചവിട്ടും കൊണ്ട് അവര് തെറിച്ചു പോയി വീഴും. ചവിട്ടിയത് മറ്റാരുമല്ല, സാക്ഷാൽ കാക്കാഷി. കുട്ടപ്പൻ അങ്ങനെ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന വാട്ടർ ടാങ്കിൽ അടിക്കും. അവന്റെ അടിയുടെ പവറില് ടാങ്ക് തുറന്ന് പുറത്തേക്ക് വെള്ളം വരുമ്പോ കാക്കാഷി ആവട്ടെ കുട്ടപ്പൻ റെസിംഗൺ പവർ ഉപയോഗിച്ചത് കണ്ട് ഷോക്കായിട്ട് നിൽക്കും. സാസു കാഞ്ഞുപോയി മറ്റൊരു വാട്ടർ ടാങ്കിൽ ഇടിക്കും. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ അവന്റെ പവർ കൊണ്ട് ആ ഒരു ടാങ്ക് തന്നെ തകർന്നു പോവും. കുട്ടപ്പന്റെ വാട്ടർ ടാങ്ക് കണ്ട് സാസുക ചിരിക്കും. അപ്പൊ സാസുകയോട് കാക്കാഷി ചോദിക്കും, നീ കുട്ടപ്പനെ കൊല്ലാനാണോ ശ്രമിച്ചതെന്ന്. കാക്കാഷി വീണ്ടും വീണ്ടും ചോദിക്കും. പക്ഷെ സാസുക അവനൊന്നും മിണ്ടാതെ തല കുനിച്ചു നിൽക്കും. ഇതൊക്കെ കേട്ടിട്ട് പാവം സാക്കുറ ആവട്ടെ കിളി പോയി നിൽക്കുകയാണ്. അപ്പൊ കാക്കാഷിക്ക് മനസ്സിലാവും ഹിറ്റാച്ചി വന്നതുകൊണ്ടാണ് അവന്റെ ആറ്റിറ്റ്യൂഡില് ഇത്രയും മാറ്റം ഉണ്ടായതെന്ന്. പക്ഷെ സാസുക അവന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസം ഉണ്ടാവില്ല. അവൻ അവിടുന്ന് ചാടി താഴേക്ക് ഇറങ്ങുമ്പോ അറൂട്ടോ കുട്ടപ്പനെ ഇടിച്ച ആ ഒരു വാട്ടർ ടാങ്ക് പൊട്ടി അങ്ങോട്ട് തെറിക്കും. ആ ശബ്ദം കേട്ട് അവൻ ഒരു നിമിഷം ഷോക്കായി പോവും. സാസുക വീണ്ടും എന്റെ പക ഇവിടെ അവസാനിക്കുന്നില്ല, തീർച്ചയായിട്ടും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. കട്ട് ചെയ്ത നമ്മുടെ വില്ലന്മാര് ഒറോച്ചിമാറുവിന്റെ ശിങ്കടികള് ഇപ്പൊ ഹിഡൻ ലീഫ് വില്ലേജിന്റെ തൊട്ടടുത്തെത്തി. അവർ വില്ലേജിലേക്ക് വന്ന് കാര്യമായിട്ട് ആരെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ കുട്ടപ്പൻ ആകെ കരിപ്പടിച്ചിരിക്കുകയാണ്. സാസുക ഒരുപാട് നേരം അവനെ നോക്കിയിരുന്നിട്ടും യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവൻ സാക്കുറ ആവട്ടെ അവളിരുന്ന് കരയാണ്. ഇതാണോ ടീം വർക്ക്? കുട്ടപ്പനും സാസുകയുടെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് അവൾ വിഷമിച്ചിരിക്കുമ്പോ ഇവിടെ കാക്കാഷി ആവട്ടെ അവൻ ദേഷ്യപ്പെട്ട് പറയും, ഇത്ര ചെറുപ്പത്തിലെ ഈ ജിപ്സു എന്തിന് അവന് പഠിപ്പിച്ചു കൊടുത്തു? നിങ്ങൾ തന്നെയാണ് ഇതിന്റെയും പുറകിലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോ അവിടെ ദൂരെയായിട്ട് നമ്മുടെ ജിറയ മാമനെ കാണിക്കും. അയ്യോ, ഇത്ര ചെറുപ്പത്തില് അവനിത് എങ്ങനെ പഠിച്ചു? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വമ്പൻ ഓസ്കർ ആക്ടിങ്ങും കൊടുക്കും നമ്മുടെ മാമൻ. പക്ഷെ കാക്കാഷിക്ക് കാര്യം പിടികിട്ടിയിട്ട് അവനത് ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സാസുകയുടെ കാറ്റ് അപ്പ പോയനെ. നീ അക്കച്ചുകി ഓർഗനൈസേഷനെ പേടിച്ചാണോ അവനിത് പഠിപ്പിച്ചു കൊടുത്തതെന്ന് കാക്കാഷി വീണ്ടും ചോദിക്കും. മാമൻ പറയും, തീർച്ചയായിട്ടും അതിനുവേണ്ടി തന്നെയാണ് അവന് ഞാനത് പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ കുട്ടപ്പൻ ഒരിക്കലും അവന്റെ കൂട്ടുകാരനെ നശിപ്പിക്കാനായിട്ട് ഈ ഒരു പവർ ഉപയോഗിക്കില്ല. അവരുടെ ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കണം. ഒരു പരിധിവരെ ഒറോച്ചിമാറും ജിറയമാമനും പണ്ട് എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയാണ് ഇപ്പൊ അവർക്കിടയിൽ. പക്ഷെ സാസുകയെ പോലെ കുട്ടപ്പന് അവനോട് യാതൊരു പുച്ഛവും ഇല്ല. സാസുക എപ്പോഴും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ മാത്രമേ കുട്ടപ്പൻ കണ്ടിട്ടുള്ളൂ. അവര് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഇടയിൽ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടപ്പന് അവന് സാസുകയെ ജയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സാസുകയ്ക്ക് ഒന്നിക്കിൽ അവൻ അല്ലെങ്കിൽ ഞാൻ, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കാൻ പാടുള്ളൂ എന്നൊരു വാശി അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. മാത്രമല്ല കുട്ടപ്പൻ എല്ലാം തന്നെ വളരെ വേഗത്തിൽ പഠിക്കുന്നത് അവനൊട്ടും സഹിക്കാൻ കഴിയില്ലായിരുന്നു. അവന് പോലും അറിയാത്ത ഒരുപാട് ജിപ്സു കുട്ടപ്പൻ കാണിക്കുമ്പോ കുട്ടപ്പനോടുള്ള ദേഷ്യവും അസൂയയും എല്ലാം തന്നെ സാസുകയുടെ ഉള്ളില് കൂടി കൂടി വന്നു. കുട്ടപ്പൻ ഓരോരോ കാര്യങ്ങളായിട്ട് പഠിച്ചെടുക്കുന്ന കാണുമ്പോ നമ്മുടെ സാസുകയ്ക്ക് അത് സഹിക്കാൻ കഴിയില്ല. പക്ഷെ സാസുക ആവട്ടെ അവന് അവന്റെ ചേട്ടനെ കൊല്ലണം എന്നൊരു പ്രതികാരം മാത്രമാണ് എപ്പോഴും ഉള്ളത്. അവന്റെ പ്രശ്നങ്ങളും കോംപ്ലക്സും എല്ലാം കയറി കൂടിയാണ് ഇപ്പൊ കുട്ടപ്പനോട് അവൻ ഇത്രയും വൈരാഗ്യമെന്ന്, കുട്ടപ്പനോട് അവൻ ഇത്രയും ദേഷ്യമെന്ന് ജിറയ മാമൻ പറയും. സാസുകയ്ക്ക് ഒരിക്കലും അവനക്കാ മുകളില് കുട്ടപ്പൻ വളരുന്നത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഇവിടം വരെ എത്തിയെന്ന് കൂടെ നമ്മുടെ മാമൻ കൂട്ടിച്ചേർക്കും. നറൂട്ടോ കുട്ടപ്പനെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം, പക്ഷെ സാസുകയുടെ കാര്യം അത് നീ ഏറ്റെടുക്കണമെന്ന് മാമൻ കാക്കാഷിയോട് പറയും. അവരങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ നമ്മുടെ പെങ്കൊച്ച് അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാക്കാഷി, നീ എന്റെ സ്വത്ത് മോളാണ്, എന്റെ പൊന്നു മോളല്ലേ, ദയവ് ചെയ്ത് കരയരുതെന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും. അപ്പൊ കുട്ടപ്പൻ സാക്കുരയുടെ അടുത്ത് വന്ന് അവന്റെ പല്ല് കടിച്ചു നിൽക്കും. ഞങ്ങളുടെ ഫൈറ്റിനിടയിലേക്ക് നീ വരാൻ പാടില്ലായിരുന്നു, എനിക്കത് തീരെ ഇഷ്ടമായില്ല. കട്ട് ചെയ്ത സാസുക ഒരിടത്തിരുന്ന് അവന്റെ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. തന്റെ ചേട്ടൻ തന്നെ പുച്ഛിച്ചത്, ആ പച്ചമുടിയൻ അവനെ എടുത്തിട്ടിടിച്ചത്, അതൊക്കെ ആലോചിച്ച് അവനവന്റെ പല്ലിറുമി പൊട്ടിക്കും. അപ്പൊ ദൂരത്തായിട്ട് ഒറോച്ചിമാറുവിന്റെ ആ 4 ചിങ്കിടികള് അവര് സാസുകയെ നോക്കി അങ്ങനെ നിൽക്കും. വാവ്,
നമ്മൾ അവനെ കണ്ടുപിടിച്ചു, എത്രയും പെട്ടെന്ന് അവനെ ലോക്ക് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് കറക്റ്റായിട്ട് സാസുകയെ ആരോ ഒരാൾ ലോക്ക് ചെയ്യും. അതാരാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോ അത് വില്ലന്മാരല്ല, നമ്മുടെ കാക്കാഷിയാണ്. കട്ട് ചെയ്ത നമ്മുടെ കുട്ടപ്പൻ ഇത്രയും ദിവസം അടി കിട്ടിയതില് അവന് യാതൊരു വിഷമവും ഇല്ല. പക്ഷെ സാസുക അവനെ ഒരു ശത്രുവായി കാണുന്നതിലാണ് അവൻ ഏറ്റവും സങ്കടം. വഴിയില് നമ്മുടെ മാമനെ കാണുമെങ്കിലും ആ ശോകത്തില് അവൻ മാമനെ പോലും മൈൻഡ് ചെയ്യില്ല. അത് കണ്ട് ഒത്തിരി വിഷമത്തില് മാമനും കുട്ടപ്പനെ നോക്കി നിൽക്കും. ഇവിടെ സാസുക ആവട്ടെ കാക്കാഷിയോട് ചൂടാവാൻ തുടങ്ങും. മര്യാദയ്ക്ക് എന്നെ അഴിച്ചു വിട്ടോ, അല്ലെങ്കിൽ മാസ്റ്റർ ആണെന്ന് പോലും ഞാൻ നോക്കില്ല എന്ന് പറയും. കാക്കാഷി പറയും, നോ, നിനക്കറിയാൻ പാടില്ല പൊന്നെ, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നീ എപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലും പറയാൻ വരുമ്പോഴേക്കും നീ രക്ഷപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കെട്ടിയിടേണ്ടി വന്നതെന്ന് കാക്കാഷി പറയും. കട്ട് ചെയ്ത നമ്മുടെ വില്ലന്മാര് കാക്കാഷിയെ കണ്ട് ഒന്ന് ടെൻഷനാവും. അവിടേക്ക് ഇപ്പൊ പോയാല് 8ന്റെ പണി കിട്ടും. അവൻ കാഫി നിഞ്ചയാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ടൈം കൂടെ വെയിറ്റ് ചെയ്യാന്ന് അവര് പരസ്പരം പറയും. അപ്പൊ കാക്കാഷി പറയും, ഇതുപോലെ റിവഞ്ച് എടുക്കുന്നത് അതൊട്ടും ശരിയല്ല. ഇങ്ങനെ ആരൊക്കെ റിവഞ്ച് എടുത്തിട്ടുണ്ടോ അവസാനം അവരെല്ലാവരും ദുഃഖിച്ചിട്ടുണ്ട്. നിനക്ക് തീർച്ചയായിട്ടും അത്തരത്തിലൊരു അവസ്ഥ അത് വരാൻ പാടില്ല. അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. എന്റെ വഴിയിൽ ആരൊക്കെ പ്രതിബന്ധമായി വന്നാലും തീർച്ചയായിട്ടും അവരെ ഞാൻ നശിപ്പിച്ചു കളയും. അപ്പൊ കാക്കാഷി ഓക്കെ കാം ഡൗൺ എന്ന് അവന്റെ അടുത്ത് പറയും. അതിന് സാസുക, നിനക്ക് ചിലപ്പോ കുട്ടപ്പന് ഒരുപാട് ഇഷ്ടമായിരിക്കും, അവൻ എന്തെങ്കിലും പറ്റുന്നത് നിന്നെ കൊണ്ട് സഹിക്കാനാവില്ലായിരിക്കും. ഞാൻ പറയുന്നത് എന്തെങ്കിലും നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്റെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും നീ ചോദിച്ചിട്ടുണ്ടോ? നിനക്ക് കുട്ടപ്പന മതി, കുട്ടപ്പന മാത്രം. പക്ഷെ എനിക്ക് അവൻ ആരുമല്ല. കാക്കാഷി വീണ്ടും പറയും, നിനക്കിപ്പൊ തന്നെ അവനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം കുട്ടപ്പനെ അവനെ എനിക്കും ഇഷ്ടമല്ല. അവൻ കാരണം ഒരുപാട് പേര് മരിച്ചു. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും അവനെ ഇഷ്ടപ്പെടാനും ആവില്ല. അത് കേട്ട് സാസുക ഞെട്ടും. നിന്നെക്കാൾ കൂടുതൽ ഈ ഗ്രാമത്തിൽ കഴിഞ്ഞവനാണ് ഞാൻ. ഓരോരുത്തരും മരിക്കുന്നതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. നീ ഞാനും ഒരിക്കലും ഒരു ലക്കിയസ്റ്റ് പേഴ്സൺസ് അല്ല. പക്ഷെ നമുക്ക് കിട്ടിയ ചാൻസ്, ലൈഫ്, അതൊരിക്കലും നശിപ്പിക്കരുത്. നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കളും നല്ലൊരു ഫാമിലിയും ഉണ്ട്. അതൊരിക്കലും നശിപ്പിക്കരുത്. കിട്ടുന്ന ഓരോ മൊമെന്റും നമ്മൾ ആസ്വദിക്കണം എന്ന് പറയുമ്പോ കാക്കാഷി സാഡായിട്ട് ഒരു നിമിഷം കുട്ടപ്പനെയും സാക്കുറയും ആലോചിക്കും. സാസുകയുടെ ഫീലിങ്സ് നമ്മുടെ കാക്കാഷിക്കും കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം അവനും ഇതേ അവസ്ഥയിലൂടെ തന്നെ കടന്നുപോയവനാണ്. അപ്പൊ കാക്കാഷി പറയും, ചിത്തോരി പവർ നിനക്ക് പഠിപ്പിച്ചു തന്നത് ഇത്തരത്തിലുള്ള കുട്ടിക്കളിക്ക് ഉപയോഗിക്കാനല്ല, അത് വളരെ വലിയ ഒരു ജിപ്സു ആണെന്ന് പറയും. സത്യത്തിൽ ഇതൊന്നും ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടതായ യാതൊരു കാര്യമില്ല. നീ ശാന്തമായിട്ട് മനസ്സിരുത്തി ആലോചിക്കുമെന്ന് പറഞ്ഞ് കാക്കാഷി അവിടുന്ന് പോകുമ്പോ വീണ്ടും സാസുക ഒരുപാട് വിഷമത്തില് പഴയ ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കും. അപ്പൊ വീണ്ടും വില്ലന്മാര് അവിടെ സാസുക ഒറ്റയ്ക്കിരിക്കുന്ന കാണും. നമുക്ക് പോയി പിടിച്ചാലോ എന്ന് ഒരുത്തൻ ചോദിക്കുമ്പോ വേണ്ട, ഇപ്പൊ പോയാല് അതാപത്താണെന്ന് മറ്റൊരുത്തൻ പറയും. സാസുക വിഷമത്തോടെ വീട്ടിലേക്ക് വരികയാണ്. അത്രയും നാളും കുട്ടപ്പനായിട്ടുള്ള നല്ല മെമ്മറീസ് അവൻ ആലോചിച്ച് നോക്കും. ഇവിടെ സാക്കുറ അവളിരുന്ന് കരയാണ്. അവൾക്ക് ആകെയുള്ളൊരു ആശ്വാസം കുട്ടപ്പനും സാസുകയായിരുന്നു. ട്രെയിനിങ് ടൈമിലുണ്ടായ ഓരോ സന്തോഷ നിമിഷങ്ങളും അവൾ ആലോചിച്ച് നോക്കും. ഇവിടെ നമ്മുടെ ആള് കുട്ടപ്പനും അതേ കാര്യങ്ങൾ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവൻ എഴുന്നേറ്റ് പതിയെ മുൻപോട്ട് നടക്കുമ്പോ തൊട്ടു മുൻപില് സാക്കുറയെ കാണും. അപ്പൊ സാക്കുറ, എന്നോടൊപ്പം നീ ഒന്ന് വരണം, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനുണ്ടെന്ന് പറയും. ഇവിടെ സാസുക അവൻ ഇപ്പോഴും കുട്ടപ്പനെയും സാക്കുറയും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ആലോചിക്കുമ്പോ അവന് ചെറുതായിട്ട് സന്തോഷം തോന്നുമെങ്കിലും അവന്റെ ചേട്ടൻ ഹിറ്റാച്ചി ആലോചിക്കുമ്പോ അവന് കലി അടക്കാനാവില്ല. ഞൊടിയിടയില് ആ 4 വില്ലന്മാരും സാസുകയെ റൗണ്ട് ചെയ്യുമ്പോ സാസുകയ്ക്ക് മനസ്സിലാവില്ല അതാരാണെന്ന്. അവൻ ആരാണ് ചോദിക്കും. അപ്പൊ അതേ സമയത്ത് ഇവിടെ സാക്കുര ആവട്ടെ കുട്ടപ്പനെയും കൂട്ടി എവിടേക്കോ പോവാണ്. ഇനി എങ്ങാനും ഇവളെന്നെ തല്ലിക്കൊല്ലാൻ കൊണ്ടുപോവാണോ എന്ന് കുട്ടപ്പൻ ഒരു മിനിറ്റ് ചിന്തിക്കും. പക്ഷെ സാക്കുറ അവളിപ്പോ സാസുകയെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറോച്ചിമാറു അവന്റെ ബോഡിയില് ആ ഒരു അടയാളം ഇട്ടതിൽ പിന്നെ അവന്റെ അവസ്ഥ അത് വളരെ മോശമാണെന്ന് പറഞ്ഞ് അവൾ എന്തോ ഒരു കാര്യം കുട്ടപ്പന്റെ അടുത്ത് പറയാൻ തുടങ്ങും. അതേസമയം കബൂട്ടോ ഒറോച്ചിമാറുവിനോട് നിങ്ങൾ എന്തിനാണ് അവരെ 4 പേരെയും അവനെ പിടിക്കാൻ അയച്ചതെന്ന് കബൂട്ടോ ചോദിക്കുമ്പോ അവർക്ക് സാസുകയെ പിടിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. സാസുകയ്ക്ക് ഒരിക്കലും അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറയുമ്പോ ഇവിടെ അവർ 4 പേരും ചേർന്ന് സാസുകയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന ഉണ്ടക്കണ്ണന്റെ പേര് കിട്ടോമൊരു, ഈ ചുന്ദരിപ്പെണ്ണിന്റെ പേര് സാക്കൂൺ, ഈ ഉണ്ടപ്പൻ ജിറോപു, അവസാനമായിട്ട് എന്റെ മനം മയക്കിയ സുന്ദരി ടയൂയ. അവരെല്ലാവരും ചേർന്ന് സാസുകയുടെ മേത്തേക്ക് ചാടി വീഴും. എന്നിട്ട് പൊരിഞ്ഞ പോരാട്ടം. സാസുക ആവട്ടെ എല്ലാത്തിനെയും ചുരുട്ടിയെടുത്ത് വലിച്ചെറിയും. അപ്പോഴായിരിക്കും
സാസുക ശ്രദ്ധിക്കുക, അവൻ വലിച്ചെറിഞ്ഞതെല്ലാം വെറും മരക്കട്ടകളാണെന്ന്. അവന്റെ തൊട്ടു പുറകെ തന്നെ അവരവനെ നോക്കി നിൽക്കുകയാണ്. ജീവൻ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഓടിക്കോ എന്ന് പറഞ്ഞ് സാസുക ടെററായിട്ട് അവരെ നോക്കി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും